തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് എടുക്കുന്നത് റേഷൻ അരി കൊണ്ടാണ് നമ്മൾ ഇന്ന് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം റേഷൻ അരി കഴുകി വെക്കാം. ഞാനൊരു 3-3.5 ഗ്ലാസ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെയുള്ളൊരു പണിയെല്ലാം കൊടുത്താൽ വലിയ കുരുത്തക്കേടൊന്നും ഇല്ലാണ്ട് അവർ ആ പണി എടുത്തുകൊണ്ട് നിൽക്കും. വലിയ നമ്മളൊന്നും ബുദ്ധിമുട്ടാക്കാണ്ട് അവരവിടെ ഉള്ളി തൊലിക്കലും അങ്ങനത്തെ എല്ലാം പണി കൊടുത്താൽ അവരവിടെ അവരുടേതായ പണിയിൽ മുഴുകിക്കൊണ്ടിരിക്കും. അതിനിടയിൽ നമുക്കിതൊക്കെ റെഡിയാക്കാൻ പറ്റും. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ റെഡിയാക്കണം. ആദ്യം നമ്മളൊരു കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. കുക്കർ അടുപ്പ് കത്തിച്ചിട്ട് ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നെയ്യൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. കറുവപ്പട്ട ഇട്ട് കുറച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൽ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. നന്നായിട്ട് വഴന്നിട്ട് അതിൻ്റെ ഉള്ളിൻ്റെ കുറച്ച് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവാനാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കായി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ട്, കുഞ്ഞായിട്ട് അരിഞ്ഞ് വെക്കുക. അത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അല്പം അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് അത് സോഫ്റ്റായിട്ട് വരാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് മൂത്ത് കുറച്ചിങ്ങനെ സോഫ്റ്റായിട്ട് വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ മിക്സ് ആയതിന് ശേഷം നല്ലോണം മൂത്ത് വന്നിങ്ങനെ കുറച്ചിങ്ങനെ മിക്സായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടണം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഞാനിവിടെ ഒരു 2 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ടുള്ള ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി എടുത്താൽ മതി. ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മുളക് പൊടിയും ഗരം മസാലയും ഇട്ടതിന് ശേഷം നന്നായി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പൊടികളെല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി ഉള്ളി എല്ലാം കൂടി നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും. നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ റേഷനരി കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ റേഷനരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ടൊരു കുക്കർ ടൊമാറ്റോ റൈസാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള റേഷനരി കൂടി ഇട്ട് കൊടുത്തു. റേഷനരി കൂടി ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ നന്നായിട്ട് അതൊക്കെ യോജിപ്പിച്ച് കൊടുക്കുക. ആ മസാലക്കൂട്ടൊക്കെ അരിയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫുഡ് ഐറ്റംസാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഇതിന് കഴിഞ്ഞ് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട. ഇതിപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാണ്. ഇത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയതാണ്. ഇതിനായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കറിവേപ്പിലയുടെ ഇതിടാം. ഇതിൽ മല്ലിച്ചപ്പൊക്കെ ഇടണം, പക്ഷെ ഞാനിതിലിട്ടിട്ട് പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. പക്ഷേ ഇവിടെ എനിക്കതിൻ്റെ സാധനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിത് കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കാം. അതിൽ കുറച്ച് ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് കൊടുക്കണം. എന്നിട്ട് കുക്കർ ഇത് ചോറ് വിട്ട് നിൽക്കും. ഈ ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുത്താൽ ചോറ് വിട്ട് നിൽക്കും. നല്ലൊരു ടേസ്റ്റ് കൂടി ഉണ്ടാവും.
എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുക. എന്നിട്ടൊരു 4 വിസിലാണ് ഞാനിവിടെ 4 വിസിൽ കൊടുത്തിട്ടുണ്ട്. 4 വിസിലാന്നിട്ടാകുമ്പോൾ നമ്മളെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അയ്യോ കുക്കർ തുറക്കുമ്പോഴേക്ക് ഭയങ്കര സ്മെല്ലാട്ടോ, നമുക്ക് വായിൽ കൊതി വരും, അത്രക്കും നല്ല സ്മെല്ലാന്നുള്ളത്. അങ്ങനെ നമ്മളെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് കൂടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. സൂപ്പർ തക്കാളി ചോറ് നല്ല സൂപ്പറാണ്. എങ്ങനെയുണ്ട്?